ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, സവോള, വെളുത്തുള്ളി ഇത്രയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് വാടാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ച ചിക്കനാണിത്. ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്കിത് വെള്ളം ചേർത്ത് കുഴിച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടും വേണ്ട, ഒരുപാട് തിക്കായിട്ടും വേണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം നമുക്ക് മാവ് കുഴച്ചെടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തു. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പം നമ്മുടെ ചിക്കൻ്റെ മിക്സിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് ഇതുപോലെ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിലേക്കും നമ്മൾ ചെറുതായിട്ട് കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ 2 സൈഡിൽ നിന്നും കവർ ചെയ്ത് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെയെല്ലാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം പാനിൽ ഇങ്ങനെ തന്നെ വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരുന്നാൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ചും തിരിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ദോശ ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിൽ വെച്ച് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ റോളെല്ലാം ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊരു കോഴിമുട്ട ഇട്ട് അത് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റോൾസ് ഈ എഗ്ഗിൽ നന്നായിട്ട് കവർ ചെയ്യുക. എല്ലാ ഭാഗത്തും എഗ്ഗ് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കവർ ചെയ്തിരിക്കുന്ന ഈ റോള് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഞാനിവിടെ റസ്ക്കാണ് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് ആണെങ്കിലും പൊടിച്ചെടുത്തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം റോൾസും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ റോൾസും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുക്ക് ചെയ്യേണ്ട. ഓൾറെഡി നമ്മളുടെ എല്ലാം ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് എല്ലാ വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ റോള് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റോൾസും കൂടെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.